രൂക്ഷമായ വന്യമൃഗശല്യവും കാലാവസ്ഥയിലെ മാറ്റവും വിളകൾക്ക് മുതൽമുടക്കിന് ആനുപാതികമായി വില ലഭിക്കാത്തതും മലയോര കർഷകരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കർഷകർക്ക് ഒരു പരിധിവരെ ആശ്വാസമായിരുന്നു. UDF മന്ത്രിസഭ അധികാരത്തിലേറുമ്പോൾ മലയോര കർഷകരുടെ പ്രതീക്ഷകളും വർദ്ധിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ബെൻസൻ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. മണ്ണിൽ വിളയിറക്കുന്ന മലയോര കർഷകർക്ക് ഇന്ന് പ്രതികൂല കാലാവസ്ഥയെ മാത്രം തരണം ചെയ്താൽ പോരാ. അതിരൂക്ഷമായ വന്യമൃഗശല്യം മനുഷ്യജീവന് ഹാനികരമാകുന്ന നിലയിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. കാലാവസ്ഥയിലുണ്ടായ മാറ്റം വിളകളെ കാര്യമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിലയിടിവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വനനിയമങ്ങളിലെ ഊരാക്കുടുക്കുകളും കർഷകരെ വലിഞ്ഞു മുറുക്കുകയാണ്. വനഭൂമിക്ക് വെളിയിൽ ഇറങ്ങുന്ന വന്യജീവികളെ നേരിടാനുള്ള അവകാശം കർഷകർക്ക് നൽകുമെന്ന് UDFിന്റെ പഠനപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് അവർ പാലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് മരണപ്പെട്ടവർക്കുള്ള സംഖ്യ, പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരം, ഇതൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കാൻ MACT നിയമപ്രകാരമുള്ള പുതിയ ഒരു കമ്മീഷൻ വരുമെന്ന് UDF പ്രകടനപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഇപ്പോൾ പന്നികളെ കൊല്ലാൻ പറ്റാത്ത ആവശ്യം തോക്ക് ലൈസൻസുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു വാർഡിൽ മിനിമം ഏറ്റവും കുറഞ്ഞത് 5 ലൈസൻസുകളെങ്കിലും ഇത് കൊടുക്കണം എന്നുള്ളതാണ്. കർഷകർ മുൻപോട്ട് വെച്ച ആശയങ്ങളിൽ ഭൂരിഭാഗവും UDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് പോസിറ്റീവ് സൈനായാണ് കർഷകർ കാണുന്നത്. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഈ വന്യമൃഗത്തെ സെക്ഷൻ 11(2) പ്രകാരം ആ ഒരു നിയമം വെച്ചിട്ട് ഇതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു നിയമം നിലവിലുണ്ട്. പക്ഷേ ഇതിനു മുമ്പത്തെ ഒരു സർക്കാർ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. മറ്റ് സ്റ്റേറ്റുകൾ ചെയ്യുന്നുണ്ട്, എന്നാൽ കേരളത്തിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുമില്ല. മാരകമായ പരിക്കുകൾ പറ്റിയിട്ട് തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് MACT മാതൃകയിൽ ഇവർക്ക് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കുക, അവർക്ക് ജീവനാംശം കൊടുക്കുക. ഇത് കൃത്യമായിട്ട് ചെയ്യണം. കുറഞ്ഞ തുകയിൽ മനുഷ്യമാംസത്തിന് വിലയിടുന്ന ആ പരിപാടി നിർത്തലാക്കുക. വന്യമൃഗശല്യം രൂക്ഷമായി കർഷകന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുമ്പോൾ എംപാനൽ ഷൂട്ടർമാരാണ് കർഷകർക്ക് ഒരു പരിധിവരെയെങ്കിലും ആശ്വാസം. എന്നാൽ എംപാനൽ ഷൂട്ടർമാർ കടന്നു പോകേണ്ടി വരുന്ന പ്രതിസന്ധികളും ഗുരുതരമാണ്. തോക്ക് ലൈസൻസ് ലഭിക്കാനും ലഭിച്ച ലൈസൻസ് പുതുക്കി ലഭിക്കാനും വലിയ കാലതാമസമാണ് എടുക്കുന്നത്. എംപാനൽ ഷൂട്ടർമാർ ഇല്ലാത്ത പഞ്ചായത്തുകളും കേരളത്തിലുണ്ട്. പല എംപാനൽ ഷൂട്ടർമാർക്കും വില്ലേജ് പരിധിയിൽ മാത്രമായി ലൈസൻസ് നൽകുന്നതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നമുക്ക് 5 വർഷത്തേക്കാണ് തരുന്നത്. ആദ്യത്തെ 1 വർഷം, അത് കഴിഞ്ഞ് 5 വർഷം. ഇത് പുതുക്കി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തിരകളുടെ എണ്ണവും കുറവാണ്. രണ്ടാമത്തെ കേസിട്ട് ഈ തോക്ക് നമ്മൾ പഞ്ചായത്തിന് പുറത്ത് കൊണ്ടുപോകുമെന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും നമുക്ക് തരേണ്ടത് ഒന്നെങ്കിൽ ജില്ല, അല്ലെങ്കിൽ കോഴിക്കോട്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ, അങ്ങനെയാണ് സാറിന് തരുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് തിരുവമ്പാടി പഞ്ചായത്ത് മാത്രമാണ്, അതായത് വില്ലേജ് മാത്രമേ ഉള്ളൂ. പിന്നെ കോഴിക്കോട് ജില്ലയാക്കാൻ വേണ്ടി അപേക്ഷ വെച്ചിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു 6-7 മാസമായി ഇതേവരെ യാതൊരു മൂവ്മെൻറ്റും അതിൻ്റെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളിന് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞപ്പോൾ ഇലക്ഷൻ തിരക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം 11(2) പ്രകാരം സ്വയരക്ഷയ്ക്കുള്ള അവകാശം കർഷകർക്ക് നൽകണമെന്ന ആവശ്യമാണ് മലയോര കർഷകർ മുൻപോട്ട് വെക്കുന്നത്. ഉന്നയിച്ച വിഷയങ്ങളിൽ അനുഭാവപൂർണമായ ഇടപെടൽ പുതിയ സർക്കാർ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഷാഫിക്കൊപ്പം ബെൻസൻ ബാബു മങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.